ഗൈസ്, ഇന്ന് രാവിലെ ആണെങ്കിലേ ഇതിന്റെ സൗണ്ട് കേട്ടിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റ് വന്നത്. കുറെ പീലൊക്കെ ആയിട്ട് കിടിലിനൊരു മയില് നല്ല ഭംഗിയുണ്ടായിട്ടോ കാണാൻ. കണി എന്തായാലും കൊള്ളാം. കുറെ അവിടെയൊക്കെ തിരിഞ്ഞു കളിച്ച് അത് പോയ സങ്കടത്തിലാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും. പിന്നെ വേഗം പോയി ഒരു കുളിയും പാസ്സാക്കി ഞാനിത് റെഡി ആയി നിൽക്കുവാണേ. ഒരു സ്ഥലം വരെ പോവാനുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, അമ്മയുണ്ടേ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വഴിയേ പറയാം. ബസ്സിന് കുറെ നേരം കാത്തു നിന്നെങ്കിലും ദൈവദൂതനെ പോലെ ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ ഓട്ടോയില് ഫറൂഖ് ചെന്നിറങ്ങി. അവിടുന്ന് ബസ്സിനാണ് പോയത് കേട്ടോ. ഞങ്ങൾ രണ്ടാളും മാത്രമല്ല, ഉണ്ണിയേട്ടനുണ്ട്. ഉണ്ണിയേട്ടൻ അങ്ങോട്ട് എത്താന്ന് പറഞ്ഞു. കാര്യം മനസ്സിലായി കാണൂലേ? അതെ, ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ അവിടെ എത്തി. ഒരു 10 മിനിറ്റിന് ശേഷം ഏട്ടനും എത്തി. ഇനി ഏതാ സിനിമ എന്ന് പറഞ്ഞില്ലല്ലോ. ടൊവിനോടെ പള്ളി ചട്ടമ്പി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. 2 ദിവസമായി ടിക്കറ്റ് നോക്കിക്കൊണ്ട് നടക്കുന്നത്. പക്ഷെ എല്ലാം ഹൗസ്ഫുള്ളിരുന്ന്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോയതാണ്. ഇനി സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നേ. ടൊവിനോനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഞാനൊരു ടൊവിനോ ഫാൻ കൂടെയാണ് കേട്ടോ. ടൊവിനോന്റെ ചില ഭാഗങ്ങളിലൊക്കെ റൊമാൻറ്റിഫിക്കേഷൻ, ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു കേട്ടോ. പ്രതീക്ഷിക്കാത്ത പലരുടെയും വരവ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു. അതിലൊരാളായിരുന്നു കേട്ടോ ഇയാള്. ഞങ്ങൾക്ക് 3 പേർക്കും സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിനിമ കഴിയുന്നത് ഏകദേശം 2-2:30 മണിയായി കാണും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ വിശപ്പായിരുന്നു പുറത്തിറങ്ങിയപ്പം. അപ്പൊ പിന്നെ ഫുഡ് കഴിക്കണമല്ലോ. ചത്ത് മലർന്നാലും മന്തി വിട്ടൊരു കളിയില്ലാത്തതുകൊണ്ട് നേരെ പോയത് മന്തി മനസ്സിലേക്കാണ്. ഞാനും അമ്മയും അൽഫാം മന്തിയും, ഏട്ടനാണെങ്കിൽ നോർമൽ മന്തിയാണ് കേട്ടോ മേടിച്ചത്. എന്നിട്ട് വയറ് നിറച്ചങ്ങ് കഴിച്ചു. മന്തി മനസ്സിലെ മന്തിന്റെ വലിയൊരു ഫാനാണ് കേട്ടോ ഞാൻ. അത് ഞങ്ങളുടെ ഫിനിഷിങ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോ ടാറ്റാ.